അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടിത്തന്നതാണീ മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. നിസ്കാര തഴമ്പിന്റെ നന്മ ഏറും നാട്ടില്, നൈർമല്യമേകും ചന്ദനപ്പോട്ടിന്റെ കൂട്ടില്. നിസ്കാര തഴമ്പിന്റെ നന്മ ഏറും നാട്ടില്, നൈർമല്യമേകും ചന്ദനപ്പോട്ടിന്റെ കൂട്ടില്. നല്ലോണമൊത്തു ജീവിതം നയിച്ചിരുന്നവർ, നന്മകൾ പങ്കുവെച്ച് ഒരുമ കൈവരിച്ചവർ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ഈ നല്ല സദസ്സിന് പാട്ട് ഇനിയുണ്ട്, അതിൻ്റെ ബാക്കി നമ്മൾ പാട്ടുകാർ പാടും. എനിക്ക് സമർപ്പിക്കാനുള്ള മെസ്സേജ് ഇതാണ്. 9 വർഷമായി ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാൽ എൻ്റെ സുഹൃത്ത് റഫീഖ് ഉണ്ട്, ദുബൈ UAE തലസ്ഥാന നഗരമായ അബുദാബിയിലെ മാപ്പിള കലാ അക്കാദമിയുടെ സെക്രട്ടറി. ലോകത്തെവിടെ ചെന്നാലും മലയാളി മക്കൾക്ക് കേരള മാപ്പിള കലാ അക്കാദമി നൽകുന്ന മെസ്സേജ് ഇതാണ്. മാനിഷാദ ഡോക്ടർ സലീമും അതുപോലെ MK അഷ്റഫും SVയും ഒക്കെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത വാക്കുകളായി നിങ്ങളോട് പറഞ്ഞു. മാനിഷാദ നമുക്ക് ചുറ്റും കാണുന്നത് കേരള മാപ്പിള കലാ അക്കാദമി മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും പുലിക്കോട്ടിൽ ഹൈദറിന്റെയും T ഉബൈദിന്റെയും PT ബിരാൻകുട്ടി മൗലവിയുടെയും O അബുസാഹിബിന്റെയും പിൻതലമുറ. സുഹൃതത്തിന്റെ നന്മയുടെ തെളിച്ചത്തിന്റെ റോസാപ്പൂക്കൾ വിരിക്കുന്ന ഒരു തലമുറ. ദൈവം തമ്പുരാൻ ഒരു വരദാനമായി ലോകത്തിന് തന്ന സുഹൃതത്തിന്റെ നന്മയുടെ മണിമുത്തുകളായ കലാപ്രതിഭകൾ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഇവിടെ പാടി നമ്മൾ കേട്ടതാ. ഇനിയും അവർ പാടാൻ പോകുന്നു. ദൈവം തമ്പുരാൻ വരദാനമായി തന്ന ഒരു അമൂല്യമായ കഴിവാണ് കല. ഈ കലയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മളെ പ്രിയപ്പെട്ട അമ്മമാര് ഉമ്മമാര് പ്രസവിച്ച പ്രതിഭകളായ മക്കൾ, ആ മക്കളെ വളർത്താനും ഉയർത്താനും പരിപോഷിപ്പിക്കുവാനുമാണ് കേരള മാപ്പിള കലാ അക്കാദമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നമ്മളെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ DYSP ബാബുരാജിനെ കുറിച്ച് പറഞ്ഞു. കാക്കിക്കുള്ളിൽ നിയമക്രമ സമാധാന പാലനത്തിന് വേണ്ടി കണ്ണൂർ ജില്ല പോലത്തെ ഒരു ജില്ലയിൽ ടെൻഷൻ അടിച്ചോടുമ്പോഴും അദ്ദേഹം പറയും, നിങ്ങളെപ്പോലുള്ള കൂട്ടായ്മയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടെന്ന് പറയാം. ഈ കലയുടെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഈ നല്ലയുടെ കലയുടെ പ്ലാറ്റ്ഫോം കേരള മാപ്പിള കലാ അക്കാദമി 6 വർഷമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യരോട് അരുത്, സ്വന്തം സഹോദരന്റെ കരൾച്ചോര കൊണ്ട് കാവ്യം രചിക്കരുത് എന്ന് പറയാനാണ്.
ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോട് ഈ 2009 പുലരിയിൽ നമുക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ നല്ല സഹൃദയരായ ഈ നല്ല മനുഷ്യ മക്കളെ സാക്ഷി നിർത്തി ലോകത്തോട് നമുക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും വർഗത്തിന്റെ പേരിലായാലും പാവപ്പെട്ട ഉമ്മമാര് പ്രസവിച്ച മക്കളുടെ ചോര കൊണ്ട് നിണം കൊണ്ട് ചെഞ്ചായമണിയിക്കുന്ന സംസ്കാരം അത് കേരളത്തിന് വേണ്ട, അത് ഭാരതത്തിന് വേണ്ട എന്നാണ് നമുക്ക് വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്. ഇത് ഒരു ആഹ്വാനമല്ല, ഒരു പ്രഖ്യാപനമല്ല, എളിമത്വത്തിന്റെ താഴ്മയുടെ ഭാഷയിൽ. എനിക്ക് മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെ ചന്ദനപ്പൊട്ടും നമസ്കാര തഴമ്പും ഒക്കെ ഉണ്ട്. ഈ സഹോദരിമാർ, ഇവരുടെ ജാതിയും മതവും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്കറിയാം, മാലിക് ബിൻ ദീനാറും അനുചരന്മാരും കടന്നു വന്നപ്പോ കേരളത്തിന്റെ കരയിൽ ഒരു മുസൽമാൻ ഇല്ലായിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിം പൂർവ്വ പിതാക്കൾക്ക് കേരളത്തിന്റെ മണ്ണിൽ കിടപ്പാടം കൊടുത്തത്, സ്വന്തം സഹോദരിമാരെ കല്യാണം ചെയ്തു കൊടുത്തത്, അവർക്ക് അന്തി ഉറങ്ങാൻ വീടുണ്ടാക്കി കൊടുത്തത് ഞങ്ങളുടെ അച്ചാച്ചന്മാരാണ്. ആ അച്ചാച്ചന്മാരുടെ പേരമക്കൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഭാവിയിൽ ഒരു പക്ഷെ കുടുംബ ജീവിതം നയിക്കും. അവരാര് കല്യാണം കഴിക്കുന്നു എന്നതല്ല പ്രശ്നം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സഹോദരിമാരാണ് ഇവരൊക്കെ, ഈ രാജ്യത്തിന്റെ മക്കൾ. ഈ സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ ദുഷ്കരമായ ഒരു ജീവിത പന്താവിലേക്ക് പൊയ്ക്കൂടാ. നാളത്തെ മക്കൾക്ക് സുഹൃതം കൊടുക്കേണ്ട അധ്യാപകരാകാനുള്ള എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ലോകത്തോട് നിങ്ങൾ പ്രതികരിക്കേണ്ടത്, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ചോര ചിന്തുന്നവർക്കെതിരെയാണ്. നാളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ജീവിതം നൽകുന്ന ചെറുപ്പക്കാരൻ, അവൻ ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ പതാക അവൻ ഉയർത്തിക്കെട്ടട്ടെ, പ്രശ്നമല്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, ഇവർ ഈ രാഷ്ട്രീയത്തിന്റെ ഈ മതത്തിന്റെ ഒക്കെ പ്രചാരകരായത് ഇപ്പോഴാണ്. ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ചന്ദന പൊട്ടും നമസ്കാര തഴമ്പും കുരിശുമാലയും കക്ഷിത്വത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം ഒരു മനസ്സായി, ഒരു മെയ്യായി നമ്മുടെ ബാപ്പമാർ, നമ്മുടെ അച്ഛന്മാർ തീത്തുപ്പുന്ന ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ വിരുമാറ് കാട്ടി അവർ പിടഞ്ഞു മരിച്ചു. ഭാരതത്തിന്റെ മണ്ണിൽ ചോര ചിന്തി നമ്മുടെ പിതാക്കന്മാർ മരിച്ചു വീണപ്പോ അവർക്കൊരു മോഹമുണ്ടായിരുന്നു, ഒരു കൊതി ഉണ്ടായിരുന്നു. അവർ കൊതിച്ചത്, ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം, ഭാര്യമാരോടൊപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. പക്ഷേ ഞങ്ങൾക്കൊരു മോഹമുണ്ട്, ഒരു കൊതിയുണ്ട്. ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ വിരുമാറ് കാട്ടി പിടഞ്ഞ് നമ്മുടെ പിതാക്കന്മാർ വാവിട്ട് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു മരിച്ചപ്പോ ആ പിതാക്കന്മാർ കൊതിച്ചത്, നമ്മുടെ ബാപ്പമാർ, അച്ഛന്മാർ കൊതിച്ചത്, ഞങ്ങൾ നേടാത്ത സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് വിട്ടച്ചുപോയ ജീവിതത്തിന്റെ സൗഭാഗ്യം, അത് ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ പേരമക്കൾക്ക്. ആ പേരമക്കളാണ് നാം. നാടിന്റെ അഭിമാനകരമായ ആസ്തിക്യത്തിന് വേണ്ടി ചോര ചിന്തി മരിച്ച പിതാക്കന്മാരുടെ പ്രിയപ്പെട്ട പേരമക്കൾ. നമ്മൾ ജാതിയുടെ, വർഗത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ഏറ്റുമുട്ടുകയാണ്. മഹാത്മജിയുടെ പാദസ്പർശമേറ്റ് കോരിത്തരിച്ച ഗുജറാത്തിന്റെ മണ്ണിൽ, മാറാടിന്റെ മണ്ണിൽ, ബോംബെയുടെ തെരുവിൽ, ബാംഗ്ലൂരിന്റെ തെരുവിൽ മതത്തിന്റെ പേരിൽ നമ്മൾ ഏറ്റുമുട്ടുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ഏറ്റുമുട്ടുന്നു. സ്വന്തം സഹോദരൻ അധ്വാനിച്ച് കിട്ടുന്ന ചില്ലിക്കാശുമായി മീനും മല്ലിയും മുളകും അരിയും വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോ, സ്വന്തം അച്ഛനെ നൊന്ത് പ്രസവിച്ച അമ്മക്ക് മരുന്ന് വാങ്ങി തിരിച്ചു പോകുമ്പോ, രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ വഴിവെക്കിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലാൻ കേരളീയ സംസ്കാരം പോലും അവിടെ തോറ്റുപോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, കേരള മാപ്പിള കലാ അക്കാദമിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വോട്ട് വേണ്ട, ഞങ്ങൾക്ക് കാശ് വേണ്ട, ഞങ്ങൾ ഫണ്ടും വോട്ടും ഉണ്ടാക്കാനല്ല നിങ്ങൾ വിളിച്ചിരുത്തിയത്. ഈ ധന്യരായ ഈ വേദിയെ സാക്ഷി നിർത്തി, ഈ പവിത്രമായ, പരിപക്വമായ, പരിപാവനമായ ഈ സദസ്സിനെ സാക്ഷി നിർത്തി ലോകത്തിന് മുമ്പിൽ മാനിഷാദ എന്ന ക്യാമ്പയിനുമായി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളി സമൂഹം തിങ്ങിത്താമസിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ പോകും. ഞങ്ങൾ അവരോട് പറയും, വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ പറയും, അരുത്, നിങ്ങൾ ഏതു മതത്തിന്റെ, ദർശനത്തിന്റെ വക്താക്കളായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതിന്റെ പേരിൽ ചോര ചിന്തുന്ന സംസ്കാരം മതങ്ങൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ പതാക
എത്ര ഉയരത്തിൽ ഉയർത്തിക്കെട്ടിയാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വന്തം സഹോദരന്റെ കരൾച്ചോര കൊണ്ട് കാവ്യം രചിക്കാൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ധന്യമായ ഈ വേദിയെ സാക്ഷി നിർത്തി, നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയാനുള്ളത്, രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ തിരുമുറ്റത്ത് ഒരു സഹോദരിയും ഇനി വിധവയായിക്കൂടാ. എല്ലാം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നൊന്ത് പ്രസവിച്ച മാതൃത്വത്തിന്റെ മുമ്പിൽ വെട്ടി നുറക്കി പിടഞ്ഞു മരിക്കുന്ന സഹോദരന്റെ ജീവൻ, ആ ജീവൻ ഒരു ജന്മം മുഴുക്ക ശ്രമിച്ചാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ലോകം മുഴുക്ക ഒരു ജന്മം മുഴുവൻ ശ്രമിക്കട്ടെ, നശിച്ചുപോയ ഒരു പിഞ്ചോമന പൈതലിന്റെ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കഴിയില്ല. ഇത് വിനയത്തിന്റെ ഭാഷയിലുള്ള അഭ്യർത്ഥനയാണ്. അതുകൊണ്ടൊരു സഹോദരിയും നമ്മുടെ പ്രിയപ്പെട്ട മണ്ണിന്റെ തിരുമുറ്റത്ത് ഇതിന്റെ പേരിൽ വിധവയായിക്കൂടാ. ഒരു പിഞ്ചോമന പൈതലും, ആയിരക്കണക്കിന് പിഞ്ചോമന പൈതങ്ങളാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ മണ്ണിൽ അനാഥത്വം പേറുന്നത്. പിടഞ്ഞു മരിക്കുന്നത് കണ്ട് വാവിട്ട് കരയുന്ന, നെഞ്ചുപൊട്ടി കരയുന്ന അമ്മമാരെ ഓർത്ത്, പിതൃത്വത്തെ ഓർത്ത്, പ്രിയപ്പെട്ട മക്കളെ, നാളത്തെ ലോകത്തോട് നമുക്ക് പറയണം, മാ നിഷാദ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഈ ധന്യമായ മുഹൂർത്തത്തിൽ ആ ഒരു മെസ്സേജ്, ആ ഒരു സന്ദേശം മാത്രമാണ് ഈ നല്ല സദസ്സിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിനോട്, ഈ ഉദ്ഘാടന കർമ്മം നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നല്ല കൺസെപ്റ്റിനോട് നമുക്ക് മനസ്സ് ചേർത്ത് വെക്കാം. നിങ്ങൾ നമ്മളെ പ്രിയപ്പെട്ട മണ്ണ് നമ്മുടെ മണ്ണാണ്. ബോംബെയുടെ തെരുവിൽ നമ്മളെ പ്രിയപ്പെട്ട ധീരയോദ്ധാക്കൾ, അമ്മ പെറ്റ മക്കൾ ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ച് മരിച്ചപ്പോ നമുക്ക് നഷ്ടമായത് ഈ രാജ്യത്തെ കാക്കുന്ന കാവൽഭടന്മാരാണ്. ഇന്ത്യ രാജ്യത്തോട്, ഈ രാജ്യത്തിന് വേണ്ടി പോരടിക്കുന്ന യോദ്ധാക്കളോട്, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ പ്രവർത്തകരോട്, ഈ രാജ്യത്തോട് നമുക്ക് നെഞ്ചു ചേർത്ത് വെക്കാം. അതിനായിരിക്കട്ടെ ഇന്നത്തെ ഈ ക്യാമ്പയിൻ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നമ്മളെ രാജ്യത്തിന്, മാതൃരാജ്യത്തിന് ഒരു ജയ് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാം. ഭാരത് മാതാ കി. പോരാ, ദിഗന്ധങ്ങൾ പൊട്ടുമാറിച്ചിട്ട് നാളത്തെ രാജ്യത്തിന് കക്ഷിത്വത്തിന്റെ, ജാതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം ഞങ്ങളുണ്ട് എന്ന് പിതാക്കന്മാരുടെ ആത്മാക്കൾക്ക് മുമ്പിൽ നമുക്ക് പ്രഖ്യാപിക്കാം. ഭാരത് മാതാ കി. സ്വതന്ത്ര ഇന്ത്യ കി. സ്വതന്ത്ര ഇന്ത്യ കി. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.